ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോഴേ ഇത് രാവിലെ കൊച്ചിനെ മദ്രസയിലാക്കി. ഇന്നും കൂടെ ഉള്ളു കേട്ടോ എക്സാം. പിന്നെ മദ്രസ അടയ്ക്കും. അപ്പം പിന്നെ റമദാനൊക്കെ കഴിഞ്ഞ് ഏപ്രിലൊക്കെ ആകുമ്പോഴേ നമ്മുടെ മദ്രസ തുറക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും രാവിലെ കൊച്ചിനെ കൊണ്ടങ്ങ് ആക്കി കേട്ടോ. 6:30 6:30 എന്ന് പറയുമ്പോഴത്തേക്കും ഇരുട്ടി അടച്ച് കിടക്കുന്നതാണ് കേട്ടോ. റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല വെട്ടവും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ റബ്ബറും തോട്ടം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ഇരുട്ട്. എന്തായാലും കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് ഞാനിങ്ങ് തിരിച്ച് കയറി പോകുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 7:45 ആകുമ്പോഴത്തേക്കും ഇറങ്ങിപ്പോയാൽ മതി. ഇപ്പം സമയം 7:30 ആയി. ഒരു 15 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഇറങ്ങിപ്പോയി വിളിച്ചുകൊണ്ട് വരണം. അപ്പോൾ ദേ രാവിലെ നമ്മളെ കാപ്പി എന്ന് പറയുന്നത് അപ്പമാണേ. അപ്പത്തിന് ദേ മാവ് തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ തിരുമ്മി ഉണ്ടല്ലോ, കുറച്ച് തേങ്ങ തിരുമ്മി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ തീയൊക്കെ കത്തിച്ചു, അടുപ്പിൻ്റെ പിറമൊക്കെ ഒന്ന് തുടച്ചിട്ടു. ഇട്ടിട്ട് എന്താ ചട്ടി അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട്. കട്ടൻ ചായ ഇട്ട് കുടിച്ചു. വാപ്പ പാല് മേടിക്കാനായിട്ട് പോയേക്കുവാണേ. കറക്കണോ അല്ലേ? അങ്ങനെ ദേ അപ്പമൊക്കെ ഇവിടെ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടൈം ആയിട്ടുണ്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട് ചമ്മന്തിപ്പൊടി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരച്ചും വെച്ചിട്ട് ഞാനങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ, കൊച്ചിനെ തിരികെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ എക്സാമിൻ്റെ. അപ്പോൾ ഇനി റമദാൻ കഴിഞ്ഞിട്ടാണ് പള്ളി തുറക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ റമദാൻ കഴിഞ്ഞിട്ട് മദ്രസയിൽ പോയാൽ മതി. അപ്പോൾ ഇന്ന് ലാസ്റ്റ് എക്സാമാണ്. അങ്ങനെ ഇതേ ചമ്മന്തി പൊടി ഞാൻ അങ്ങോട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വന്നിട്ട് താളിച്ചെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ കൊച്ചിനെ ഞാൻ വിളിച്ചുകൊണ്ടിങ്ങ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, മൊബൈലും കൊണ്ടല്ല കേട്ടോ പോയത്. അങ്ങനെ ഇതേ വന്നു, ചട്ടി അടുപ്പിലോട്ട് വെച്ചു, വെളിച്ചെണ്ണയും കടുകൊക്കെ പൊട്ടിച്ചു. അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അതങ്ങ് തട്ടി കൊടുക്കുക. നല്ലതുപോലെ താളിച്ച് മൂപ്പിച്ചിങ്ങെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇതേ പാത്തുവിനെ കൊണ്ടുവന്ന് പാത്തുവിന് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്കൂളുള്ളത് കൊണ്ടേ കുറച്ച് താമസിച്ചിട്ടാണ് നമ്മൾ എക്സാം ഉള്ള ദിവസം സ്കൂളിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താ അവൾക്ക് കാപ്പി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും 2 അപ്പവും കുറച്ച് ചമ്മന്തിയൊക്കെ എടുത്തു. ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ പോകുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതേ ഞാനാണെങ്കിൽ അരിയൊക്കെ അടുപ്പിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ സ്റ്റോർ വരെ പോകണമായിരുന്നു കേട്ടോ, ഗുളിക എടുക്കാൻ വേണ്ടിയിട്ട് വാപ്പാക്ക്. അങ്ങനെ പോയിട്ട് വന്നതിന് ശേഷം ദേ ഞാൻ 2-3 മുട്ട അങ്ങോട്ട് പുഴുങ്ങാനായിട്ട് വെക്കാം. മീനില്ല നമുക്കിന്ന്, അതുകൊണ്ട് കറിക്കായിട്ട് മുട്ട എടുത്തിട്ടുള്ളത് ഒരു 4 മുട്ട കേട്ടോ. ആദ്യം ഞാനൊരു മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ വേറെ 2-3 മുട്ടയും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ആ ചോറിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. പണ്ടുമ്മ ആണെങ്കിൽ പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണി, മിക്ക അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ചോറ് തിളയ്ക്കുമ്പോൾ കൂട്ടത്തിൽ 2 മുട്ടയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി കിട്ടും കേട്ടോ. അത് പ്രത്യേകിച്ച് നമ്മളിനി തിളപ്പിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പണ്ടുള്ള അമ്മമാർ ചെയ്യുന്ന പണിയാണ് കേട്ടോ. മുട്ടയൊക്കെ പെട്ടെന്ന് അത് കഴുകിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി കഴുകാതെയാണോ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് കമൻറ്റ് വരരുത്. മുട്ട നമ്മൾ കഴുകിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. പിന്നെ അതേ ഞാനാണെങ്കിൽ കുറച്ച് മാങ്ങയും അതുപോലെ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഉടച്ച് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്, പച്ചടി വെക്കാനാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞത് കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ട് നമ്മൾ വറുത്തരച്ചിട്ടുള്ള മുട്ടക്കറിയാണ് വെക്കുന്നത്. ഈ ടൈം നമ്മളെ ചോറ് വെന്തിട്ടുണ്ട്. ഞാൻ അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മുട്ട അതിൽ റെഡിയായി കിടപ്പുണ്ട്. നമുക്ക് കറി ആക്കിയതിന് ശേഷം മുട്ടയൊന്ന് കീറിയൊക്കെ എടുക്കണം. അങ്ങനത്തെ തേങ്ങയിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, 2-3 അല്ലി കൊച്ചുള്ളി. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് വേണമായിരുന്നു കേട്ടോ. അങ്ങനെ കുരുമുളക് ഇട്ട് കൊടുത്തു. തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയൊക്കെ ഇട്ടു. കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഒന്നുകൂടി മൂക്കാനുണ്ടായിരുന്നു. തേങ്ങ ഞാൻ തിരുമ്മി എടുത്തപ്പോഴത്തേക്കും കുറച്ച് കഴന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് മൂക്കാൻ വേണ്ടി ഉണ്ട് തേങ്ങ. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ ചൂടൊന്ന് പോകുന്നത് വരെ അതവിടെ ഇരിക്കട്ടെ. ആ ടൈം കൊണ്ടിട്ട് പിന്നെ ഇവിടെ
മാങ്ങയും അതുപോലെ ചക്കക്കുരുവൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. മുട്ടക്കറി നമ്മൾ പല രീതിയിൽ വെച്ച് കാണിച്ചിട്ടുണ്ട്. പച്ച മുട്ട നമ്മൾ തിളച്ച കറിയിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ എടുക്കുന്നുണ്ട്, താളിച്ചെടുക്കുന്ന മുട്ടയുണ്ട്. അപ്പോൾ നമ്മൾ അതല്ല ചെയ്യുന്നത് കേട്ടോ. മുട്ട പൊട്ടിച്ചൊഴിക്കാതെ പുഴുങ്ങി കീറി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉരുളക്കിഴങ്ങോ ഒന്നും സവാളയോ ഒന്നും ഇട്ടിട്ടില്ല. സാധാരണ നമ്മൾ തേങ്ങ അരച്ച അരപ്പിലാണ് മുട്ടക്കറി വെക്കുന്നത്. അപ്പോൾ ഇതേ മാങ്ങയും ചക്കക്കുരു ഞാൻ കുറച്ച് അധികം എടുത്തത്, മാങ്ങ കുറച്ച് പുളിപ്പ് മതിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അച്ചാറൊക്കെ ഇരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് പുളിപ്പ് മതിയെന്ന് വിചാരിച്ചിട്ടാണ് മാങ്ങ അധികം ചേർക്കാതെ ചക്കക്കുരു കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തതേ. അപ്പോൾ ഇതേ നമുക്ക് ഇനി മുട്ട കറി വെക്കാനായിട്ട് പോവുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ഇടേണ്ട ഒരു കാര്യമുണ്ട്, തക്കാളി. പക്ഷേ എനിക്ക് തക്കാളി ഇടാൻ പറ്റില്ല, തക്കാളി ഇരിപ്പില്ല കേട്ടോ, അതുകൊണ്ട് തക്കാളി ഇട്ടിട്ടില്ല. തക്കാളി കൂടി ഇടണം കേട്ടോ. പിന്നെ ഇതേ നമ്മൾ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അരപ്പരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലേശം പുളിവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പുളിവെള്ളം വേണ്ട, കുറച്ച് പുളി വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാലയുടെ പൊടി ചേർക്കണം എന്നുള്ളവർക്ക് അത് ചേർക്കാം. ഞാനത് ചേർത്തിട്ടില്ല, കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്. അങ്ങനെ കറിയൊക്കെ കലക്കി അടുപ്പിലോട്ടാക്കി നന്നായിട്ടൊന്ന് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കിതേ മുട്ട ഒന്ന് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. മുട്ടയുടെ തോടൊക്കെ പൊളിച്ച് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് രണ്ടായിട്ട് കീറിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മുഴുവനെ അങ്ങ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. കീറാതെ മുഴുവായിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, മഞ്ഞയുടെ ടേസ്റ്റും കൂടെ കറിയിൽ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു മഞ്ഞയുടെ ഉണ്ണി ഞാനിങ്ങനെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു പ്രത്യേക മണമാണ്. ചിലവർക്ക് ആ മണം ഇഷ്ടമല്ല, ഇഷ്ടപ്പെടുന്നവർ മാത്രം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ കറി അവിടെ റെഡിയാക്കി മാറ്റി. ഇനി നമ്മൾ മാങ്ങാക്കറി വെക്കാനായിട്ട് പോവാം. മാങ്ങ, ചക്കക്കുരു, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കർ അടച്ച് അങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലോട്ടാക്കി കൊടുത്തത് കേട്ടോ. പിന്നെ ഞാനൊരു ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. നമ്മൾ ഉണക്കമീൻ വെച്ചിട്ടുള്ള കേട്ടോ. ഉണക്ക നെത്തോലി ആയിരുന്നു. നെത്തോലി ഒന്ന് കഴുകി നന്നായിട്ട് 2-3 വെള്ളം ഒന്ന് കഴുകി എടുത്തിട്ട് നമ്മളൊന്ന് കുറച്ച് എണ്ണ ഒഴിക്കുന്നെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ വെറുതെ ചട്ടിക്കകത്തിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ഒന്ന് കിലുകിലാ ആവണം, ആ രീതി അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ 2-3 മാങ്ങ കഷ്ണം ഇട്ടിട്ടുണ്ട്. പുളി ചേർക്കണമെങ്കിൽ പുളി ചേർക്കാം കേട്ടോ. ഞാൻ മാങ്ങയാണെങ്കിൽ കണ്ണിമാങ്ങ മൊത്തം പൊഴിഞ്ഞ് കിടക്കും, അതുകൊണ്ട് ഞാൻ മാങ്ങ ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് തേങ്ങ കേട്ടോ, 2-3 ടീസ്പൂൺ തേങ്ങ മതി. അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഒതുക്കിയെടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ്റെ ചമ്മന്തി. അപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം, വെളുത്തുള്ളി, പച്ചത്തേങ്ങയും കൂടെ ഒന്ന് അരച്ച് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്ത് താളിച്ചും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങാക്കറി അവിടെ റെഡിയാണ്. പിന്നെ അതേ സോയാബീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ദിവസം കൊണ്ട് കൊച്ചു പറയുന്ന കേട്ടോ, സോയ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കാൻ. ഞാനത് മറന്നുപോയി. കുറേ ദിവസം കൊണ്ട് ഇതിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇതിൽ മസാലകൾ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ടല്ലോ. ചിക്കൻ മസാല, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, 2-3 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചതും കൂടെ. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ, അതേ മസാല തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ സോയ വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞ് വെള്ളം മൊത്തം കളയണം. നല്ലതുപോലെ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് പിന്നെ 2-3 വെള്ളം കഴുകിയതിന് ശേഷമാണ് നമ്മൾ സോയാബീനിൽ മസാലയൊക്കെ പിടിപ്പിക്കാനായിട്ട് തിരുമ്മി പിടിപ്പിക്കാൻ, ഇല്ലെങ്കിൽ അത് പിന്നെ കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. ബൈ.